1948 മുൻപ് ഇസ്രയേൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശം പാലസ്തീന്റെ ഭാഗമായിരുന്നു. അന്ന് അത് കൺട്രോൾ ചെയ്തിരുന്നത് ബ്രിട്ടീഷ് ആയിരുന്നു. നിരവധി ജൂതന്മാർ ഇത് അവരുടെ പുരാതന മാതൃരാജ്യമാണെന്ന് വിശ്വസിച്ചിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിനും ലക്ഷക്കണക്കിന് ജൂതന്മാരെ നാസികൾ കൊന്നൊടുക്കിയ ഹോളോകോസ്റ്റിനും ശേഷം ജൂതന്മാർക്ക് സുരക്ഷിതമായ ഒരു മാതൃരാജ്യം നൽകുന്നതിന് വേണ്ടി യുഎന്നിന്റെ പിന്തുണ ലഭിച്ചു. 1948 അങ്ങനെ ഇസ്രയേൽ രാഷ്ട്രം പ്രഖ്യാപിക്കപ്പെടുന്നത്. എന്നാൽ അതേ ഭൂമി നിരവധി അറബ് പലസ്തീനുകളുടെ വാസസ്ഥലമായിരുന്നു. അതിനാൽ അവർ നാടുകടത്തപ്പെടുകയും ചെയ്തു. അത് ഇസ്രയേൽ പാലസ്തീൻ സംഘർഷത്തിന് തുടക്കമിട്ടു. ഇതിൽ വളരെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു പ്രദേശമാണ് ഗാസ. ഇസ്രയേലിനും ഈജിപ്തിനും ഇടയിലുള്ള ഒരു ചെറിയ തീരപ്രദേശമാണ് ഗാസ. ഏകദേശം 2 ദശലക്ഷം പലസ്തീനികളാണ് ഇവിടെ താമസിക്കുന്നത്. 1967 യുദ്ധത്തിൽ ഇസ്രയേൽ ഗാസ പിടിച്ചെടുക്കുകയും പിന്നീട് 2005 അവിടെ നിന്ന് ഇസ്രയേൽ അവരുടെ സൈന്യത്തെ പിൻവലിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഒരു തീവ്രവാദ പലസ്തീൻ ഗ്രൂപ്പായ ഹമാസാണ് ഗാസയെ നിയന്ത്രിച്ചു വരുന്നത്. ഇസ്രയേലിന്റെ നിലനിൽപ്പിനുള്ള അവകാശം ഹമാസ് അംഗീകരിക്കുന്നില്ല. അതിനാൽ പലപ്പോഴും ഇസ്രയേലിലേക്ക് റോക്കറ്റുകൾ ഹമാസ് വിക്ഷേപിക്കുന്നുണ്ട്. പകരമായി ഇസ്രയേൽ ഗാസയുടെ അതിർത്തികൾ തടയുകയും ചിലപ്പോൾ വ്യോമാക്രമണങ്ങൾ നടത്തുകയും ചെയ്തു വരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു സ്ഥലമാണ് ജെറുസലേം. 3 പ്രധാന മതങ്ങൾക്ക് ജെറുസലേം ഒരു പുണ്യനഗരമാണ്. ജൂതമതത്തിന്റെ വെസ്റ്റേൺ വാൾ എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ കാണപ്പെടുന്നുണ്ട്. അതുപോലെ ക്രിസ്തു മതത്തിൽ ജീസസിന്റെ കുരിശുമരണത്തിന്റെയും പുനരുദ്ധാരണത്തിന്റെയും സ്ഥലമായി ജെറുസലേമിനെ കാണുന്നു. ഇസ്ലാം ആണെങ്കിൽ ഇവരുടെ 3ാമത്തെ പുണ്യസ്ഥലമായ അൽ അക്സ പള്ളിയുടെ ആസ്ഥാനമായും ജെറുസലേമിനെ കാണുന്നുണ്ട്. ഇസ്രയേലികളും പാലസ്തീനികളും ജെറുസലേമിനെ തങ്ങളുടെ തലസ്ഥാനമായും അവകാശപ്പെട്ടു വരുന്നു. ഇത് ലോകത്തിലെ ഏറ്റവും സെൻസിറ്റീവും തർക്കമുള്ളതുമായ നഗരങ്ങളിൽ ഒന്നാക്കി ജെറുസലേമിനെ മാറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇസ്രയേലും ഇറാനും പരസ്പരം വെറുക്കുന്നത്? ഇസ്രയേലിന് നിലനിൽക്കാൻ അവകാശമില്ലെന്നാണ് ഷിയ മുസ്ലിം രാജ്യമായ ഇറാന്റെ നേതാക്കൾ വിശ്വസിക്കുന്നത്. അവർ അത് മുസ്ലിം ഭൂമി കൈവശപ്പെടുത്തിയതായി കാണുന്നു. ഇസ്രയേലിനെ ആക്രമിക്കുന്ന ലെബനിലുള്ള ഹിസ്ബുള്ള, ഗാസയിലുള്ള ഹമാസ് പോലുള്ള ഗ്രൂപ്പുകളെ ഇറാൻ പിന്തുണച്ചു വരുന്നു. ഇറാന്റെ വളരുന്ന ശക്തിയെയും അതിന്റെ ആണവ പദ്ധതിയെയും ഇസ്രയേൽ ഭയപ്പെടുന്നു. ഇസ്രയേൽ അതിനെ ഒരു അസ്തിത്വ ഭീഷണിയായി തന്നെ കാണും. അപ്പോൾ ഇറാന്റെ ആണവ പദ്ധതികൾ തടയാൻ ഇസ്രയേൽ ശ്രമിക്കുകയും സിറിയയിലെ ഇറാനിയൻ സേനയെ ആക്രമിക്കുകയും ഇസ്രയേൽ ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് യു എസ് ഈ യുദ്ധത്തിന്റെ ഭാഗമാവുന്നതെന്ന് ചോദിച്ചാൽ, ഇസ്രയേലും യു എസും തമ്മിൽ സാംസ്കാരികവും മതപരവുമായ ഒരു ബന്ധമുണ്ട്. നിരവധി സ്വേച്ഛാധിപത്യ രാജ്യങ്ങളുള്ള ഒരു പ്രദേശത്ത് ഇസ്രയേലിനെ ഒരു ജനാധിപത്യ സഖ്യകക്ഷിയായിട്ട് യു എസ് കാണുന്നു. അതുപോലെ തന്നെ രഹസ്യാന്വേഷണം, സൈനിക സഹകരണം, ഇറാൻ പോലുള്ള ഭീഷണികളെ നേരിടാൻ മിഡിൽ ഈസ്റ്റിൽ ശക്തമായ ഒരു പങ്കാളിയെയും യു എസ് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ എന്തിനാണ് ഈ പോരാട്ടം എന്ന് നോക്കുകയാണെങ്കിൽ, പാലസ്തീനികൾ ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമായ ഒരു സ്വന്തം രാജ്യം അവർ ആഗ്രഹിക്കുന്നുണ്ട്. കിഴക്കൻ ജെറുസലേമാണ് അവരുടെ തലസ്ഥാനമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നത്. ഈ ഭൂമിയുടെ ഭൂരിഭാഗവും ഇസ്രയേൽ നിയന്ത്രിക്കുകയും കുടിയേറ്റ കേന്ദ്രങ്ങൾ വികസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹമാസ് പോലുള്ള ഗ്രൂപ്പുകൾ ഇസ്രയേലിനെ പുറത്താക്കാൻ വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിനെ ദുർബലപ്പെടുത്താൻ ഇറാൻ ഈ ഗ്രൂപ്പുകളെ സഹായിക്കുകയും ചെയ്യുന്നു. സ്വയം സംരക്ഷിക്കാൻ ഇസ്രയേൽ ആണെങ്കിൽ തിരിച്ചടിക്കുന്നു. അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ സഖ്യകക്ഷികളായി ഇസ്രയേലിനെ സപ്പോർട്ടും ചെയ്യുന്നു.